السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ വളായിഫ് റമളാനുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നോമ്പിൻ്റെ ഫദ്ലിനെ അറിയിക്കുന്ന ഹദീസ് നമ്മൾ വായിച്ചു. ആ ഹദീസിൽ നോമ്പിന് പ്രതിഫലം ഞാൻ നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉദ്ധരിച്ച ആ ഭാഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇനി അതിനെ തുടർന്നുള്ള ആ ഹദീസിൻ്റെ ഭാഗത്തിൽ പറയുന്നത് വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വലിസ്സായിമി ഫർഹത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഹദീസിൻ്റെ വാക്കിൽ ഇത്ര കൂടിയുണ്ട്. അല്ലെങ്കിൽ അടുത്ത ഭാഗം വലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇഹി, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും അതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷവും. ഇനി ഈ വാക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഹദീസിലെ ഈ ഭാഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അമ്മാ ഫർഹത്തു സ്വാഇമി ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോമ്പ് തുറന്നാൽ ഒരു നോമ്പുകാരൻ ഉണ്ടാകുന്ന സന്തോഷം എന്നുള്ളത് فإن النفوس مجبولة على الميل إلى ما يلائمها من مطعم ومشرب ومنكح. ഓരോ വ്യക്തിയും അവൻ്റെ മനസ്സും അവൻ താല്പര്യപ്പെടുന്നതാണ്, അതിനോടൊരു ചായ്വുണ്ടാകും. അത് പ്രകൃതിയ അവനിൽ വെച്ചിട്ടുള്ള സംവിധാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവനിഷ്ടമുള്ള അവന് യോജിച്ച ഭക്ഷണത്തിനോടും പാനീയങ്ങളോടും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ വൈവാഹിക ബന്ധം ഒക്കെ അതിനോടുള്ള ഒരു താല്പര്യം. ഫൈദ മുനിഅത് മിൻഹു ഫി വഖ്തി മിനൽ ഔഖാത്ത്, അപ്പോൾ ആ ഇഷ്ടവും താല്പര്യവുമെല്ലാം ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചയ സമയത്തേക്ക് അത് തടയപ്പെടുകയാണ്. സുമ്മ ഉബീഹ ലഹ ഫി വഖ്തിൻ ആഖർ, പിന്നീട് അവൻ്റെ മനസ്സിന് അല്ലെങ്കിൽ അവന് മറ്റൊരു സമയത്ത് അത് അനുവദിക്കപ്പെടുകയും ചെയ്യുന്നു. ഫരിഹത് ബി ഇബാഹത്തി മാ മുനിഅത് മിൻഹു, അപ്പോൾ അവനാ തടയപ്പെട്ട കാര്യം അഥവാ പ്രകൃതിയ അവനിൽ സംവിധാനിച്ചിട്ടുള്ള ഇഷ്ടമുള്ള താല്പര്യമുള്ള കാര്യങ്ങൾ കുറഞ്ഞ നേരത്തേക്ക് തടയപ്പെട്ടതിന് ശേഷം അത് അനുവദിക്കപ്പെടുമ്പോൾ അവനതിൽ സന്തോഷമുണ്ടാകുന്നു. അഥവാ ചുരുക്കി പറഞ്ഞാൽ ആ ഭക്ഷണവും പാനീയവും കുറച്ചു നേരത്തേക്ക് ഒഴിവാക്കി പിന്നെ അത് കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. ഖുസൂസൻ ഇൻദ ഇശ്തിദാദിൽ ഹാജത്തി ഇലൈഹി, ആ ഒരു സന്തോഷം എന്നുള്ളത് പ്രത്യേകിച്ചും അതിലേക്ക് ആവശ്യക്കാരനായിരിക്കുന്ന സമയത്താകുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും. കാരണം അത്രയും വിശന്നിക്കുന്ന അല്ലെങ്കിൽ അത്രയും ദാഹിച്ചിരിക്കുന്ന സമയത്ത്. ഫഇന്ന നുഫൂസ തഫ്റഹ് ബിദാലിക തബഅൻ, തീർച്ചയായിട്ടും പ്രകൃതിയാ തന്നെ ഓരോരുത്തരും അതിൽ സന്തോഷിക്കും. ഏതിൽ? ആ ഭക്ഷണം കഴിക്കുന്നതിൽ. ഫഇൻ കാന ദാലിക മഹ്ബൂബൻ ലില്ലാഹ് കാന മഹ്ബൂബൻ ശർഅൻ, അത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നതും ദീനിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണെങ്കിലോ, അതായത് നോമ്പ് നോൽക്കൽ മാത്രമല്ല നോമ്പ് തുറക്കലും അതും എന്താണ് ശർഇൽ പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്, നിയമമുള്ള കാര്യമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെയൊക്കെ നോമ്പ് നോൽക്കുമ്പോൾ അള്ളാഹുവിന് അത് ഇഷ്ടമുള്ള കാര്യമെന്ന് പറഞ്ഞു. നോമ്പ് തുറക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ? വസ്വാഇമു ഇൻദ ഫിത്രിഹി കദാലിക്, നോമ്പ് തുറക്കുമ്പോഴും നോമ്പുകാരൻ അവൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഫകമാ അന്നല്ലാഹു തആല ഹറമ അല സ്വാഇമി ഫീ നഹാരി സ്സൗമി തനാവുല ഹാദിഹി ഷഹ്വാത്ത്,
അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരൻ്റെ മേലെ ആ പകലിൽ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഭക്ഷണവും പാനീയവും എല്ലാം കഴിക്കുന്നത് ഹറാമാക്കിയതുപോലെ തന്നെ ഫഖദ് അദിന ലഹു ഫീഹാ ഫി ലൈലി സിയാം, നോമ്പുകാരൻ്റെ രാത്രികളിൽ അല്ലെങ്കിൽ നോമ്പുകാലത്തെ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചിട്ടുമുണ്ട്, ഭക്ഷണം കഴിക്കൽ അനുവദിച്ചിട്ടുമുണ്ട്. ബൽ അഹബ്ബ മിൻഹുൽ മുബാദറത ഇലാ തനാവുലിഹാ ഫി അവ്വലിൽ ലൈലി വ ആഖിരിഹി, അതുപോലെ തന്നെ ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പാനീയങ്ങൾ കുടിക്കുക എന്നുള്ളത് നോമ്പിൻ്റെ രാത്രിയിൽ അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അതിലേക്ക് ധൃതിപ്പെടാൻ രാത്രിയുടെ ആദ്യത്തിലും രാത്രിയുടെ അവസാനത്തിലും ആ ഭക്ഷണത്തിലേക്ക് ധൃതിപ്പെടുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതായത് നോമ്പ് വേഗത്തിൽ കുറേ നോമ്പ് മഗ്രിബിൻ്റെ സമയമായി, പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇശാ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുക അല്ലെങ്കിൽ പിന്നെ നോമ്പ് തുറക്കുക വെക്കുന്നതിനെ അങ്ങനെയല്ല, അതിലേക്ക് ധൃതിപ്പെടണം. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം ആദ്യ സമയത്ത്. അതുപോലെ സുഹൂർ നേരത്തെ കഴിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ അത് കഴിക്കുകയാണെന്ന് നിലയ്ക്കല്ല, അത് ഫജറിനോട് ആ നോമ്പിൻ ബാങ്കിൻ്റെ സമയത്തിനോട് അടുത്തിട്ടുള്ള സമയത്ത് കഴിക്കലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഫഅഹബ്ബു ഇബാദിഹി ഇലൈഹി അഅജലഹും ഫിത്റൻ, ആരാണോ ഏറ്റവും ധൃതിപ്പെട്ട് അല്ലെങ്കിൽ നോമ്പ് തുറന്ന സമയമായതിനു ശേഷം ഉടനെ തന്നെ നോമ്പ് തുറക്കുന്നത്, ആ അങ്ങനെയുള്ള അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലാ മുതസഹിരീൻ, സുഹൂർ കഴിക്കുന്ന ആളുകളുടെ മേലെ അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊരിയുന്നു, അഥവാ അത്താഴം കഴിക്കുന്ന ആളുകളുടെ മേലെ. അപ്പോൾ നോമ്പ് നോൽക്കുന്നത് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തുറക്കുമ്പോഴുള്ള ഭക്ഷണവും നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഭക്ഷണവും സുഹൂറും എല്ലാം അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. ഫസ്വാഇമു തറക ശഹവാതിഹി, അപ്പോൾ അവിടെ പറഞ്ഞ വിഷയം ആ കാരണം കൊണ്ട് നോമ്പ് തുറക്കുന്ന ഒരാൾക്ക് ആ സന്തോഷം ഉണ്ടാവും. അവന് പ്രകൃതിയാ ഉണ്ടാവുന്ന ഭക്ഷണത്തിനോട് കഴിക്കുമ്പോഴുള്ള സന്തോഷത്തിന് പുറമെ അള്ളാഹു കൽപ്പിച്ചൊരു കാര്യമാണല്ലോ ചെയ്യുന്നത് എന്നുള്ള സന്തോഷം. ഫസ്വാഇമു തറക ശഹവാതിഹി ലില്ലാഹി ബിന്നഹാരി തഖർറുബൻ ഇലൈഹി വ തഅഅതൻ ലഹു, നോമ്പുകാരൻ പകലിൽ അവൻ്റെ ഇച്ഛകൾ ഒഴിവാക്കുന്നത്, ഈ ഭക്ഷണപാനീയങ്ങളോടും ഈ പറഞ്ഞ ഇഷ്ടങ്ങളെല്ലാം ഒഴിവാക്കുന്നത് അള്ളാഹുവിനോടുള്ള സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അനുസരണത്തിന് വേണ്ടിയിട്ടാണ്. വബാദറ ഇലൈഹാ ഫിൽ ലൈലി തഖർറുബൻ ഇലല്ലാഹി വ തഅഅതൻ ലഹു, ഇനി രാത്രി ആയിക്കഴിഞ്ഞാൽ അഥവാ നോമ്പിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ധൃതിപ്പെടുന്നതും ഭക്ഷണത്തിലേക്ക് ധൃതിപ്പെടുന്നതും അതും എന്താണ്, അള്ളാഹുവിനുള്ള അനുസരണമായിക്കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിന് സാമീപ്യം നേടിക്കൊണ്ടാണ്. അപ്പോൾ നോമ്പ് മാത്രമല്ല, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല, ഭക്ഷണം കഴിക്കലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്, അഥവാ നോമ്പ് തുറക്കുമ്പോഴുള്ളതും അത്താഴത്തിൻ്റെ സമയത്തും. ഫമാ തറക്കഹ ഇല്ലാ ബി അംരി റബ്ബിഹി വലാ ആദ ഇലൈഹ ഇല്ലാ ബി അംരി റബ്ബിഹി, അവൻ ആ ഭക്ഷണപാനീയം പകലിൽ ഒഴിവാക്കിയത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉള്ളത് കൊണ്ടാണ്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടാണ്. ഫഹുവ മുതീഉൻ ലഹു ഫിൽ ഹാലൈൻ, അവൻ ആ രണ്ട് സമയത്തും അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്, രണ്ട് സമയത്തും അവൻ അള്ളാഹുവിനെ അനുസരണം കാണിക്കുന്നവനാണ്. ഫഇദാ ബാദറ അസ്സായിമു ഇലൽ ഫിത്രി തഖർറുബൻ ഇലാ മൗലാഹു, അവൻ ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കാൻ വേണ്ടി അള്ളാഹുവിനോടുള്ള അടുപ്പം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ധൃതിപ്പെടുന്ന ഒരുവൻ വാക്കല വശരിബ വഹമിദല്ലാ, അവൻ ഭക്ഷിക്കുകയും അവൻ കുടിക്കുകയും ചെയ്ത് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഫൈന്നഹു യുർജാ ലഹു അൽ മഗ്ഫിറതു ഔ ബുലൂഗുർ റിദ്വാനി ബിദാലിക, അവൻ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ അവനുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടണമെന്നുള്ള ആഗ്രഹവും അവനുണ്ട്. വഫിൽ ഹദീസി, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ ലയർളാ അൻ അബ്ദിഹി, അള്ളാഹു തആല ഒരടിമയിൽ നിന്ന് തൃപ്തിപ്പെടുന്നു. യഅ്കുൽ അക്കലത, അവൻ ഭക്ഷണം കഴിക്കുകയാണ്, ഒരു ഉരുള കഴിക്കുകയാണ്. ഫയഹ്മദുഹു അലൈഹ, അവൻ അതിൻ്റെ മേലെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. വയശ്റബു ശുർബത, ഒരു ഉറുക്ക് വെള്ളം കുടിക്കുകയാണ്. ഫയഹ്മദുഹു അലൈഹ, അതിൻ്റെ മേലെ അവൻ അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയാണ്. ഇവ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഹംദ് ചെയ്യുന്നതും അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന കാര്യമാണ്, നോമ്പിന് ആ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ ഒഴിവാക്കുന്നത് പോലെ തന്നെ. വറുബ്ബ മുസ്തുജീബ ദുആഉഹു ഇൻദ ദാലിക്, അധിക സന്ദർഭത്തിലും അല്ലെങ്കിൽ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉത്തരം ചെയ്യപ്പെടും, ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. കമാ ഫിൽ ഹദീസിൽ മർഫൂ ആയ ഒരു ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് പോലെ, അല്ലദീ ഖറജഹു ഇബ്നു മാജ ഇന്ന ലിസ്സായിമി ഇൻദ ഫിത്രിഹി ദഅവതൻ മാ തുറദ്ദു, ഒരു നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആ ഉണ്ട്,
തള്ളപ്പെടാത്ത ദുആ. ഈ ഹദീസിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതേ ആശയത്തിലുള്ള വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വൈൻ നവാബി അക്ലിഹി വശുർബിഹി തഖ്വിയത ബദനിഹി അൽ ഖിയാമി വസിയാം. ഇനി നോമ്പ് തുറക്കുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ നിയ്യത്ത് വെക്കുകയാണ് അവൻ്റെ ഉള്ളിൽ, ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എനിക്ക് ഇനി വീണ്ടും നാളെ നോമ്പ് നോൽക്കാൻ, പത്താഴത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന് നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം, അതിൽ നോമ്പ് തുറക്കുമ്പോൾ ഇനി രാത്രി നിസ്കരിക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവണം. അങ്ങനെ ഒരു നിയ്യത്ത് കൂടി ഉണ്ടെങ്കിലോ കാന മുസാബൻ അലാ ദാലിക്, അതിൻ്റെ മേലും പ്രതിഫലം നൽകപ്പെടും. ആ നിയ്യത്തിൻ്റെ മേലെ അവന് പ്രതിഫലം നൽകപ്പെടും. കമാ അന്നഹു ഇദാ നവാ ബിനൗമിഹി ഫിൽ ലൈലി വന്നഹാരി തഖവ്വിയ അലൽ അമൽ. ഇനി അവൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ പകലിൽ കുറച്ച് ക്ഷീണം വന്ന് ക്ഷീണം മാറ്റാൻ ഉറങ്ങുമ്പോൾ അവൻ നിയ്യത്ത് വെക്കുകയാണ്, എനിക്ക് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇബാദത്ത് അടുത്ത് ഇബാദത്ത് ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, അതിനൊക്കെ ഉന്മേഷത്തിനാണ് ഞാൻ ഇപ്പോൾ ഒന്ന് മയങ്ങുന്നത് നിയ്യത്ത് വെച്ചാലോ കാന നൗമുഹു ഇബാദത്തൻ, അവൻ്റെ ഉറക്കവും ഇബാദത്താകും, അവൻ്റെ ഉറക്കവും ഇബാദത്താകും. അതായത് ഒരു നോമ്പുകാരനായിരിക്കുമ്പോഴും നോമ്പ് തുറക്കുമ്പോഴും രാവും പകലും ഏതൊരു സമയത്തും നമുക്ക് നിയ്യത്ത് കൊണ്ട് ആ കർമ്മത്തെ ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അതും അവന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിക്കൊണ്ട് തന്നെ അവന് മഹത്തായ ഇബാദത്തിൻ്റെ നേട്ടം ലഭിക്കുന്ന ഒരു സന്തോഷം അതിലുണ്ട്. ഖാലത്ത് ഹഫ്സത്ത് ബിൻതു സീരീൻ, ഹഫ്സ ബിൻതു സീരീൻ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഖാല അബുൽ ആലിയ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അസ്വാഇമു ഫി ഇബാദത്തിൻ മാ ലം യഗ്തബ് അഹദൻ വഇൻ കാന നായിമൻ അലാ ഫിറാശിഹി. ഒരു നോമ്പുകാരൻ വേറൊരാളെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ, പരദൂഷണം പറഞ്ഞിട്ടില്ല എങ്കിൽ, അവൻ ഉറങ്ങുകയാണെങ്കിലും അവന് എന്താണ് പിന്നെ അവൻ ഇബാദത്തിലാണ്. അവൻ ഉറങ്ങാണെങ്കിൽ, അതായത് നോമ്പുണ്ടല്ലോ, നോമ്പുണ്ട് നിലക്ക് അവൻ ഉറങ്ങുമ്പോഴും അവൻ ഇബാദത്തിലാണ്. ഖാല വകാനത്ത് ഹഫ്സത്ത് തഖൂൽ, ഹഫ്സ പിന്നെ പറയാറുണ്ട്, യാ ഹബ്ബദ ഇബാദത്തുൻ, എന്ത് നല്ലൊരു ഇബാദത്താണിത്, വഅന നായിമത്തുൻ അലാ ഫിറാശി, ഞാൻ എൻ്റെ കിടക്കയിൽ കിടന്നുറങ്ങുകയാണെങ്കിലും അത് ഇബാദത്തായി തീരുന്നു, എന്ത് മഹത്തരമായിട്ടുള്ള എന്ത് നല്ല കാര്യമാണത്. ഖറജഹു അബ്ദുറസാഖ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഫസ്സായിമു ഫീ ലൈലിഹി വനഹാരിഹി ഫീ ഇബാദത്തിൻ. അപ്പം എന്തായി, നോമ്പുകാരൻ അവൻ്റെ രാവും പകലുമെല്ലാം ഇബാദത്തിൽ തന്നെ ഉള്ള അവസ്ഥയിലാണ്. വയുസ്തജാബു ദുആഉഹു ഫീ സിയാമിഹി വഇൻദ ഫിത്രിഹി, അവൻ്റെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നു. അവൻ നോമ്പുകാരനായിരിക്കുമ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അവൻ്റെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നു. ഫഹുവ ഫീ നഹാരിഹി സ്വായിമുൻ സ്വാബിറുൻ, അവൻ്റെ പകലിലാണെങ്കിലോ നോമ്പുകാരനാണ്, ക്ഷമിക്കുന്നവനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു നോമ്പ് എന്നുള്ളത് ക്ഷമയാണ്, 3 തരത്തിലുള്ള ക്ഷമയും വരുന്നുണ്ട്. വഫീ ലൈലിഹി ത്വാഇമുൻ ഷാക്കിറുൻ, അവൻ രാത്രിയിലാണെങ്കിലോ ഭക്ഷണം കഴിക്കുന്നവനാണ്, അതിന് നന്ദി കാണിക്കുന്നവനാണ്. അഥവാ ഒരു അടിമ അവൻ്റെ ജീവിതത്തിൽ ഈ 2 അവസ്ഥയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സുബറിൻ്റെയും ശുക്റിൻ്റെയും അവസ്ഥ അവൻ എപ്പോഴും ഉണ്ടാവും. അവന് പരീക്ഷണം ബാധിച്ചാൽ, ബുദ്ധിമുട്ടുകൾ ബാധിച്ചാൽ ക്ഷമ ഉണ്ടാവണം, ദാരിദ്ര്യം ബാധിച്ചാൽ, അവന് അനുഗ്രഹം ലഭിച്ചാൽ, ഭക്ഷണം ലഭിച്ചാൽ, അതുപോലുള്ള കാര്യങ്ങൾക്ക് നന്ദി ഉണ്ടാവണം. ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നോമ്പുകാരൻ പകലിൽ എന്താണ്, ക്ഷമിക്കുന്നവനാണ്, രാത്രിയിൽ നന്ദി കാണിക്കുന്നവനാണ്. അപ്പോൾ എപ്പോഴും ഇബാദത്തിൻ്റെ ഒരു മേഖലയിലാണ് അവനുള്ളത്. വമൻ ഫഹിമ ഹാദല്ലദി അശർനാ ഇലൈഹി, എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, നാം ഈ പറഞ്ഞ ആശയം ആർക്കാണോ മനസ്സിലായത്, ലം യതഖഫഫ് ഫീ മഅന ഫർഹി സ്വാഇമി ഇൻദ ഫിത്രിഹി, അവൻ്റെ ആ സന്തോഷം എന്നുള്ളത്, അതിൻ്റെ ആ നോമ്പ് തുറക്കുമ്പോൾ സന്തോഷം എന്നുള്ളത് ഒരു രീതിയിൽ മാത്രം നിൽക്കുന്നതല്ല. ഫഇന്ന ഫിത്രഹു അലൽ വജ്ഹിൽ മുശാരി ഇലൈഹി മിൻ ഫദ്ലില്ലാഹി വറഹ്മതിഹി, അവൻ്റെ നോമ്പ് തുറ എന്നുള്ളത്, ആ നോമ്പ് തുറക്കുമ്പോൾ സന്തോഷം എന്നുള്ളത് എന്തിൽ നിന്നുകൂടിയുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്നും കാരുണ്യത്തിൽ നിന്നുള്ളതാണ്. അതായത് നോമ്പ് നോൽക്കാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുന്നു, അത് അള്ളാഹിൻ്റെ ഫദ്ലാണ്. അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നു, അത് അള്ളാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തുമാണ്. അത് നല്ല രീതിയിൽ ശരീരത്തിൽ കഴിക്കുന്നു, ദഹിക്കുന്നു, അത് ആരോഗ്യത്തോട് കഴിക്കാൻ പറ്റുന്ന ഒക്കെ അള്ളാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും പെട്ടതാണ് എന്ന് മനസ്സിലാക്കും. ഫയദ്ഖുലു ഫീ ഖൗലിഹി തആല, അങ്ങനെ അള്ളാഹു തആല പറഞ്ഞ ഈ ആയത്തിൻ്റെ ആശയത്തിൽ അത് പ്രവേശിക്കും. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും
കാരുണ്യം കൊണ്ടുമാണ് മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നത്. അല്ലാത്തവർ ദുനിയാവിൻ്റെ വസ്തുക്കൾ എത്ര ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണത്. അപ്പോൾ മുഅ്മിന് അത് സന്തോഷം ഉണ്ടാകുന്നു. ഇനി അപ്പോൾ അതാണ് ഒന്നാമത്തെ നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം പറഞ്ഞത്. വമ്മാ ഫർഹുഹു ഇൻദ ലിഖാഇ റബ്ബിഹി. ഇനി രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഫബിമാ യജിദുഹു ഇൻദല്ലാഹി മിൻ സവാബി സിയാമി മുദ്ദഖിറൻ ഫയജിദുഹു അഹ്വജ മാ കാന ഇലൈഹി. അതെപ്പോഴാണ് ആ സന്തോഷം ഉണ്ടാകുന്നത്? അവൻ ആ നോമ്പ് നോറ്റതിൻ്റെ ആ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരുങ്ങിക്കിടക്കുന്ന മുദ്ദഖറൻ, ഒരുക്കപ്പെട്ട അവസ്ഥയിൽ സൂക്ഷിച്ചു വെച്ച, സ്റ്റോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിൽ കാണുമ്പോൾ, അതിലേക്ക് ഏറ്റവും ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് കാണുമ്പോൾ അവന് സന്തോഷം ഉണ്ടാകും. പരലോകത്ത് അവൻ ചെയ്ത ഈ കർമ്മങ്ങൾക്ക് പ്രതിഫലം കാണുന്ന ആ സമയത്ത്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തുൽ മുസമ്മിലിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ എന്തൊരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ചാലും, നിങ്ങളുടെ സ്വന്തത്തിൽ മുന്നൊരുക്കി വെച്ചാലും അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹുവ ഖൈറൻ വഅഅ്ളമ അജ്റ, അത് വലിയ പ്രതിഫലമായിട്ട് തന്നെ കാണാൻ പറ്റും. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പാപം പൊറുക്കുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണ്. വഖാല തആല, മറ്റൊരായത്ത് സൂറത്ത് ആലി ഇംറാനിലെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ. ഏതൊരുവനും, എല്ലാ ആളുകളും അവൻ ചെയ്ത നന്മകളെല്ലാം അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ കാണുക തന്നെ ചെയ്യും. നാളെ പരലോകത്ത് അവൻ ചെയ്ത കർമ്മങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ കാണിക്കപ്പെടും. വഖാല തആല, മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു സൂറത്ത് സൽസലയിലെ 7-ാമത്തെ ആയത്തിൽ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ആരാണ് ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്യുന്നത് അവനത് കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണുമ്പോൾ അതിൽ വലിയൊരു സന്തോഷം ഈ നോമ്പുകാരനുണ്ടാകും. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നൊരു വാക്ക് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഫൽ അയ്യാമു ഖസാഇനു ലിന്നാസ്. ദിവസങ്ങൾ എന്നുള്ളത്, മനുഷ്യൻ്റെ ജീവിതത്തിലെ ആയുസ്, ദിവസങ്ങൾ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജനങ്ങൾക്കുള്ള ഖജനാവാണ്. അതായത് നമുക്കൊരു അൽമാറ അല്ലെങ്കിൽ ഒരു പെട്ടിയുണ്ട് വിചാരിക്കാം. നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന, ഭാവിയിലേക്ക് നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഒരു പെട്ടിയുണ്ട് വിചാരിക്കാം. അതുപോലെ മനുഷ്യൻ്റെ ഖജനാവാണ് അവൻ്റെ ദിവസങ്ങൾ, അവൻ്റെ ആയുസ്, സമയം എന്നുള്ളത്. മുംതലിഅത്തുൻ ബിമാ ഖസനൂഹു ഫീഹാ മിൻ ഖൈരിൻ വശർരിൻ. ആ പെട്ടി, ആ ഖജനാവ് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ അവൻ എന്താണോ ചെയ്യുന്നത്, അത് ഖൈറാവട്ടെ ഷർറാവട്ടെ, അതുകൊണ്ട് നിറയും. നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്മുടെ ആയുസ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം ഒരു പെട്ടിയായിട്ട് വിചാരിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആ പെട്ടിക്കകത്താണ്. അപ്പോൾ അത് അതിലിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വിചാരിക്കുക. വഫി യൗമിൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞാൽ തുഫ്തഹു ഹാദിഹിൽ ഖസാഇനു ലി അഹ്ലിഹാ. ഓരോ ആളുകൾക്കുമുള്ള ഈ ഖജാന, ഈ ഖജനാവ്, ഈ പെട്ടി നാളെ തുറക്കപ്പെടും. മരണത്തോടു കൂടി ആ പെട്ടി അടയും. പിന്നെ അതിലൊന്നും വെക്കാൻ പറ്റൂല. പിന്നെ ആ വിചാരണ സമയത്ത് ആ പെട്ടി തുറക്കും. ആ ആയുസ് എന്നുള്ള ആ പെട്ടി തുറക്കുമ്പോൾ നമ്മൾ അതിലെന്താണ് ചെയ്തത്, അതിൽ നമ്മൾ എന്താണ് എടുത്തു വെച്ചത് എന്നുള്ളത് ഉണ്ടാകും. ഫൽമുത്തഖൂന യജിദൂന ഫീ ഖസാഇനിഹിൽ ഇസ്സ വൽ കറാമത. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങളായിട്ടുള്ള അടിമകൾ അതിലെന്ത് കാണും? ഇസ്സ്, അവനുള്ള പ്രതാപവും അവനുള്ള ആദരവും എല്ലാം കാണും. വൽമുദ്നിബൂന, പാപം ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ജീവിച്ച ആളുകൾ യജിദൂന ഫീ ഖസാഇനിഹിം അൽ ഹസ്റത വൻ നദാമ. അവരുടെ ഖജനാവിൽ, അവരുടെ പെട്ടി തുറക്കുമ്പോൾ കാണാൻ എന്തായിരിക്കും? നിരാശയും ഖേദവുമായിരിക്കും ആ പെട്ടിയിൽ ഉണ്ടാവുക. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ആയുസ്, നമ്മുടെ ഒരു സമയം എന്നുള്ളത്, നമ്മുടെ ഓരോ സെക്കൻഡും എന്നുള്ളത് വളരെ വിലപിടിച്ചതാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വസിയത്ത് ഇബ്നു ഖുദാമ എന്നുള്ള കിതാബിൽ ഈ ഒരു ആശയം പറയുന്നുണ്ട്. അഥവാ ഒരു സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് നാളെ സ്വർഗത്തിലെ ഈന്തപ്പനവും അതുപോലെ ചെടികളും കൃഷികളും എല്ലാം ഉള്ള കാര്യങ്ങളാണ്. സ്വർഗത്തിലെ നിധിയുമെല്ലാമാണ്. അപ്പോൾ ഒരു സെക്കൻഡ് നമ്മളിൽ നിന്ന് കടന്നു പോവുകയാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഒരു നന്മയും ചെയ്യുന്നില്ല വിചാരിക്കുക. അങ്ങനെ ഒരു സമയം കടന്നുപോയി. അപ്പോൾ നാളെ നമ്മുടെ ഈ പെട്ടി, ആയുസിൻ്റെ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ ആ സമയം ഒന്നുമില്ലാത്തതായിട്ട് ഉണ്ടാവുക. എന്നാൽ ആ സമയത്തൊരു സുബ്ഹാനല്ലാഹയോ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയോ, ഒരു അൽഹംദുലില്ലയോ, ഒരു അല്ലാഹു അക്ബറോ, ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നാളെ സ്വർഗത്തിലൊരു നിധി അവിടെ ഉണ്ടാകും. സ്വർഗത്തിലൊരു ഈന്തപ്പന മരം അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഒരു അവിടെ പ്രതിഫലം എന്താണോ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് അവിടെ ഉണ്ടാകും. അപ്പോൾ ആ സമയം നഷ്ടപ്പെട്ട ആ സമയം പോയി.
ആ സമയമാണ് നാളെ പരലോകത്ത് പ്രതിഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് ഓരോ ദിവസവും ഓരോ സമയവും നീങ്ങിപ്പോകുമ്പോൾ എന്താണ് നാം അതിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, ഇവിടെ എന്തിനാണത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഗൗരവത്തിൽ നാം ചിന്തിക്കണം. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്, അസ്വാഇമൂന അലാ ത്വബഖതൈൻ, നോമ്പുകാരെന്നുള്ളത് 2 ത്വബഖയിലാണ്, അഥവാ 2 തട്ടിലാണ് ഉണ്ടാവുക, 2 അവസ്ഥയിൽ നോമ്പുകാരുണ്ടാവും. ഇഹ്ദാഹുമ, അതിൽ 2-ൽ ഒന്നാമത്തേത്, മൻ തറക തആമഹു വശറാബഹു വശഹ്വതഹു ലില്ലാഹി യർജു ഇൻദഹു ഇവദ ദാലിക ഫിൽ ജന്ന. അവൻ ഒരു നോമ്പുകാരൻ, അവൻ്റെ ഭക്ഷണവും പാനീയങ്ങളും ഇച്ഛകളും എല്ലാം ഒഴിവാക്കുന്നു അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു സ്വർഗത്തിൽ പകരം പ്രതിഫലം നൽകുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ഒഴിവാക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നോമ്പുകാർ 2 ത്വബഖയിലുണ്ട്. ഒന്നാമത്തെ കൂട്ടർ നോമ്പെടുക്കുമ്പോൾ അവൻ്റെ ഈ ഭക്ഷണപാനീയങ്ങൾ, അവൻ്റെ ഇച്ഛകൾ എന്നിവ അവൻ ഒഴിവാക്കുന്നു. അള്ളാഹുവിൽ നിന്ന് അള്ളാഹു അതിന് പകരം സ്വർഗത്തിൽ പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഫഹാദാ ഖദ് താജറ മഅ അല്ലാഹി വആമലഹു, ഇവൻ അള്ളാഹുമായിട്ട് കച്ചവടം ചെയ്യുന്നവനാണ്, അള്ളാഹുമായിട്ട് ഇടപാട് നടത്തുന്നവനാണ്. വല്ലാഹു തആല ലാ യുദീഉ അജ്റ മൻ അഹ്സന അമല, അള്ളാഹു തആല അമലിൽ ഇഹ്സാൻ ചെയ്യുന്ന, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം പാഴാക്കി കളയുകയില്ല. വലാ യഖീബു മഅഹു മൻ ആമലഹു, അള്ളാഹുവിനോടൊപ്പം ഇടപാട് നടത്തിയവനെ ഒരു രീതിയിലും അള്ളാഹു തആല കൈവിടില്ല. ചതിയോ വഞ്ചനയോ ലാഭമില്ലാതാവുകയോ ഒന്നും ഉണ്ടാവില്ല. ബൽ യർബഹു അലൈഹി അഅ്ളമർ റിബ്ഹി, പക്ഷേ ആ കച്ചവടത്തിൽ ഏറ്റവും വലിയ ലാഭമായിരിക്കും അള്ളാഹുമായി കച്ചവടം ചെയ്യുന്ന ആൾക്ക് ലഭിക്കുക, ഒരിക്കലും നഷ്ടം വരില്ല. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറയുകയുണ്ടായി, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹ് ഇല്ലാ ആതാക അല്ലാഹു ഖൈറൻ മിൻഹു. ഖറജഹു ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. ഈ ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ സുന്നത്തായിക്കൊണ്ട് എണ്ണാറുള്ള ഒരു ആശയമാണ്. മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹു അല്ലാഹു ഖൈറൻ മിൻഹു എന്നുള്ള ഒരു ഖായിദയുണ്ട്. അള്ളാഹുവിൻ്റെ സുന്നത്തായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്, അതിൽപ്പെട്ട കാര്യമാണ് മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹു അല്ലാഹു ഖൈറൻ മിൻഹു. ആ ആശയം വന്നിട്ടുള്ള ഹദീസാണിത്. ഇന്നക ലൻ തദഅ ശൈഅൻ, ഇപ്പം ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അതിന് ഉത്തമമായത് പകരം നൽകും. ഹദീസിൽ ഇന്നക ലൻ തദഅ ശൈഅൻ, നീ എന്തെങ്കിലും ഒഴിവാക്കുന്നില്ല, നീ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കുന്നില്ല, ഇത്തിഖാ അല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട്. അള്ളാഹു പറഞ്ഞതിനെതിരാണത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെതിരാകും. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നീ എന്ത് കാര്യം ഒഴിവാക്കുകയാണ്, ഹറാം എന്തായാലും ഒഴിവാക്കണം, ഹലാലിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് കാര്യമാവട്ടെ, ഇല്ലാ ആതാക അല്ലാഹു ഖൈറൻ മിൻഹു, അള്ളാഹു അതിനേക്കാൾ ഖൈറായത് നിനക്ക് പകരം തരാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഖൈറായത് നിനക്ക് പകരം തരാതെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നീ ഒരു കാര്യവും ഒഴിവാക്കുന്നില്ല. അതെന്താവട്ടെ, സ്ഥാനമാവട്ടെ, ജോലിയാവട്ടെ, സമ്പത്താവട്ടെ, അധികാരമാവട്ടെ, അല്ലെങ്കിൽ വസ്തുക്കളാവട്ടെ, അല്ലെങ്കിൽ ഇഷ്ടങ്ങളാവട്ടെ, താല്പര്യങ്ങളാവട്ടെ, എന്തോ ആവട്ടെ, അത് അള്ളാഹുവിന് വേണ്ടിയാണ് ഒഴിവാക്കുന്നത്, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കുന്നത് എങ്കിൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു തആല തീർച്ചയായും നൽകും. ഫഹാദ സ്വാഇമു യുഅതാ ഫിൽ ജന്നതി മാ ശാ അല്ലാഹു മിൻ തുആമിൻ വശറാബിൻ വനിസാഇൻ, അതുകൊണ്ട് തന്നെ ഈ ഒരു നോമ്പുകാരന് നാളെ പരലോകത്ത് നൽകപ്പെടും അള്ളാഹു ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം, അതുപോലെ തന്നെ പാനീയങ്ങൾ, ഇണകൾ, ഹൂറുലീങ്ങൾ അവനുണ്ടാകും. അവൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണവും പാനീയവും എല്ലാം ലഭിക്കും. ഒരു കണ്ണും കാണാത്ത, വലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെ മനസ്സുകൊണ്ടും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു തആല പകരം നൽകും. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ഹാഖയിലെ 24-ാമത്തെ ആയത്തിൽ, കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ കുടിച്ചുകൊള്ളുക, നിങ്ങൾ പാനീയങ്ങൾ കുടിച്ചുകൊള്ളുക, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾക്ക് കുളിർമയായിക്കൊണ്ട്, ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ, മുന്നൊരുക്കി വെച്ചതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ പറ്റിയിട്ട്. ഖാല മുജാഹിദ് വഗൈറുഹു, മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം മുഫസ്സിറാണ്, അദ്ദേഹം പറയാണ്, നസലത് ഫി സ്വാഇമീൻ, നോമ്പുകാരുടെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്.
നോമ്പുകാരുടെ വിഷയത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. നോമ്പുകാർ ഇവിടെ ഭക്ഷണവും പാനീയവും ഒഴിവാക്കിയത് കൊണ്ട് സ്വർഗത്തിൽ അവരോട് പറയപ്പെടും, നിങ്ങൾക്ക് കുളിർമയാകുന്ന, നിങ്ങൾക്ക് തൃപ്തിയാകുന്ന എന്ത് ഭക്ഷണവും പാനീയങ്ങളൊക്കെ നിങ്ങൾ കുടിച്ചുകൊള്ളുക. വഫി സഹീഹൈൻ, മറ്റൊരു ഹദീസിൽ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബാബൻ, സ്വർഗത്തിനൊരു കവാടമുണ്ട്, യുഖാലു ലഹു അർ റയ്യാൻ, അതിന് പറയപ്പെടുന്ന പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വായിമൂൻ, നോമ്പുകാർ അതിലൂടെ പ്രവേശിക്കും. ലാ യദ്ഖുലു മിൻഹു ഗൈറുഹും, മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല. നോമ്പുകാർക്ക് മാത്രമായിട്ട് ഒരു കവാടം സ്വർഗത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് റമളാനിലെ നോമ്പ് മാത്രമല്ല, ഐച്ഛികമായ നോമ്പ് ധാരാളം എടുക്കുന്ന ആളുകൾക്ക്. വഫീ റിവായത്തിൻ ഫൈദാ ദഖലു ഉഗ്ലിഖ, നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അടക്കപ്പെടും എന്ന റിവായത്തിലുണ്ട്. വഫീ റിവായത്തിൻ മൻ ദഖല മിൻഹു ശരിബ വമൻ ശരിബ ലം യദ്മ അബദ, അതിലൂടെ പ്രവേശിക്കുന്നവൻ പ്രവേശിക്കുമ്പോൾ ചില പാനീയങ്ങൾ കുടിക്കും, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവന് ദാഹമുണ്ടാവുകയില്ല. മൻ തറക من ترك لله في الدنيا طعاما وشرابا من ترك لله في الدنيا وشهوة مدة يسيرة عوضه الله عنده طعاما وشرابا لا ينفد وأزواجا لا يمتن أبدا. ഒരു ഹദീസിൽ വന്നിട്ടുള്ള സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളതാണ്, മൻ തറക ലില്ലാഹി ഫി ദുനിയ തആമൻ വശറാബൻ വശഹ്വതൻ, ആരാണോ ദുനിയാവിൽ ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളും അവൻ്റെ ഇച്ഛകളും മുദ്ദത്തൻ യസീറത്തൻ, കുറഞ്ഞ ഒരു സമയം ഒഴിവാക്കുന്നത്, അവ്വലഹുല്ലാഹു ഇൻദഹു തആമൻ വശറാബൻ ലാ യൻഫദു വഅസ്വാജൻ ലാ യമുത്ന അബദ, അവൻ അല്ലാഹു തആല ഒരിക്കലും തീരാത്ത ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളും കൊടുക്കും. അതുപോലെ തന്നെ മരണമില്ലാത്ത ഇണകളെയും അല്ലാഹു തആല പകരം കൊടുക്കുന്നതാണ്. മുഹൂറുൽ ഹൂരി തിവാലു തഹജ്ജുദ്, എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാൻ, സൽഫുകൾ പറയാറുള്ളൊരു വാക്കാണ്, ഹൂറുല്ലീങ്ങളുടെ മഹർ എന്നുള്ളത് സുദീർഘമായി നിസ്കരിക്കുന്ന തഹജ്ജുദാണ് എന്ന്. അഥവാ നാളെ പരലോകത്ത് ഹൂറുല്ലീങ്ങൾക്ക് മഹറായിട്ട് നൽകുന്നത്, ഉദ്ദേശം ഇവിടെ ഏത് അമലുകൾ ചെയ്താലാണ് നാളെ പരലോകത്ത് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ സുദീർഘമായി തഹജ്ജുദാണ് അതിൻ്റെ മഹർ എന്ന്. വഹുവ ഹാസിലുൻ ഫീ ഷഹ്രി റമളാൻ അക്സറ മിൻ ഗൈരിഹി, അത് റമളാനിൽ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നുള്ളത്. കാരണം റമളാനിൽ കൂടുതൽ രാത്രി നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ഉണ്ടാകും, അതുകൊണ്ട് തന്നെ കൂടുതൽ ലഭിക്കും. മൻ യുരിദ് മുൽക്കൽ ജിനാനി ഫലിയദ അൻഹു തവാനി, ആരാണോ സ്വർഗത്തിൻ്റെ ആധിപത്യം ആഗ്രഹിക്കുന്നത് അവൻ അലസമായിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിൽ അലസത അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്ന ആ അവസ്ഥ അവൻ ഒഴിവാക്കട്ടെ. വലിയഖും ഫീ ദുൽമത്തിൽ ലൈലി ഇലാ നൂരിൽ ഖുർആനി, അവൻ രാത്രിയുടെ ഇരുട്ടിൽ ഖുർആനിൻ്റെ പ്രകാശത്തിലേക്ക് എഴുന്നേൽക്കട്ടെ, അഥവാ രാത്രിയിൽ അവൻ നിന്ന് ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കട്ടെ. വലിയസിൽ സൗമൻ ബിസൗമിൻ ഇന്ന ഹാദൽ ഐശ ഫാനി, അവൻ ഒരു നോമ്പ് കഴിഞ്ഞാൽ അടുത്ത നോമ്പ് ചേർക്കട്ടെ, അഥവാ അവൻ സുന്നത്തായ നോമ്പുകൾ ധാരാളം നോൽക്കട്ടെ, കാരണം ഈ ജീവിതം എന്നുള്ളത് തീർന്നു പോകുന്നതാണ്. ഇന്നമൽ ഐഷു ജിവാറുല്ലാഹി ഫീ ദാരിൽ അമാനി, യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ എല്ലാവിധ സംരക്ഷണവുമുള്ള സ്വർഗലോകത്തുള്ള ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളൊരു ബൈറ്റ് കൊടുക്കുകയാണ്. അതാണ് ഒന്നാമത്തെ തൊബക്ക. അതായത് നോമ്പുകാരൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ നോമ്പ് നോൽക്കുന്നു, അള്ളാഹു സ്വർഗത്തിൽ പകരം പ്രതിഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷയിൽ നോമ്പ് നോൽക്കുന്നു, അവൻ ആ പ്രതിഫലം പകരം അള്ളാഹു തആല നൽകുക തന്നെ ചെയ്യും. അത്തൊബക്കത്ത് സ്ഥാനിയത്ത് മിനസ്വായിമീൻ, ഇനി രണ്ടാമത്തൊരു തൊബക്കയുണ്ട്, നോമ്പുകാരുടെ രണ്ടാമത്തൊരു തൊബക്ക. മൻ യസൂമു ഫിദ്ദുനിയ അമ്മാ സിവല്ലാഹ്, അള്ളാഹു ഒഴികെയുള്ള മറ്റെല്ലാത്തിനും നോമ്പ് നോൽക്കുന്നവൻ, അഥവാ അവൻ്റെ ലക്ഷ്യവും അവൻ്റെ ജീവിതവും അവൻ്റെ ഉദ്ദേശവും എല്ലാം അള്ളാഹു മാത്രമാകുന്നവൻ, അള്ളാഹു ഒഴികെയുള്ള മറ്റെല്ലാത്തിൽ നിന്നും നോമ്പ് നോൽക്കുന്നവൻ, അഥവാ മറ്റൊന്നിനുമായിട്ടും അവൻ്റെ ഖൽബ് തഅല്ലുഖാവാത്ത രീതിയിൽ അള്ളാഹുമായിട്ട് ബന്ധമുള്ളവൻ. ഫയഹ്ഫദു റഅസ വമാ ഹവാ, അവൻ്റെ തലയെ കാത്തു സൂക്ഷിക്കും, അതിലേക്ക് എന്താണ് പ്രവേശിക്കുന്നത്. ഇത് ഹദീസിലെ വാക്കുകളാണ്.
അവൻ്റെ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് ഭക്ഷിക്കുന്നത്, അതെല്ലാം ഇസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ, അള്ളാഹുവിനോട് ലജ്ജ നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് എന്താണ് അള്ളാഹുവിനോടുള്ള യഥാർത്ഥ ലജ്ജ എന്നുള്ളത്. അവൻ എന്താണ് അവൻ്റെ തലയിലൂടെ കയറുന്നത്, എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, എന്താണ് പറയുന്നത്, അതൊക്കെ അവൻ ശ്രദ്ധിക്കും. സൂക്ഷിക്കും. ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും. വയഹ്ഫദുൽ ബത്ന വമാ വആ, വയറ്റിലേക്ക് എന്താണ് എത്തുന്നത് എന്നുള്ളത് അവൻ ശ്രദ്ധിക്കും. ഹലാലാണോ ഹറാമാണോ, അള്ളാഹു അനുവദിച്ചതാണോ, അത് അതിൻ്റെ പരിധി എത്ര എന്നുള്ളത് ശ്രദ്ധിക്കും. വയദ്കുറുൽ മൗത വൽ ബിലാ, മരണവും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് അവൻ ചിന്തിക്കും. മരണവും അതിനെക്കുറിച്ചുള്ള ചിന്ത അവൻ എപ്പോഴും ഉണ്ടാകും. വയുരീദുൽ ആഖിറത ഫയത്റുകു സീനത്തദ് ദുനിയാ, പരലോകം അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ അവൻ ഒഴിവാക്കും. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള അതേ വാക്കാണ്. ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ അവൻ ഒഴിവാക്കും. فهذا عيد فطره يوم لقاء ربه وفرحه برؤيته, ഇങ്ങനെ നോമ്പ് നോൽക്കുന്നവൻ അഥവാ ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും മറ്റൊന്നുമില്ല, അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്, നിശബ്ദനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്, ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്, അവൻ കർമ്മം ചെയ്യാതിരിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള അതിനെന്തെങ്കിലും ചിന്തയിലോ മറ്റോ കാര്യങ്ങളാവും. അവൻ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും, ആരെയെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അവൻ നൽകുന്നതും തടയുന്നതും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ നോമ്പ് നോൽക്കുന്നവൻ അവൻ്റെ ഈദ് എന്നുള്ളത് അഥവാ ഈദുൽ ഫിത്തർ, അവൻ്റെ നോമ്പ് അവസാനിക്കുന്നത്, അവൻ നോമ്പ് തുറക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റബ്ബിനെ അവൻ കണ്ടുമുട്ടുന്ന, അവൻ്റെ റബ്ബിനെ കാണുന്ന ആ സമയത്താണ്. നാളെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്ന ആ സമയത്താണ്. അപ്പോഴുണ്ടാകുന്ന സന്തോഷം മറ്റെന്തിനേക്കാളും, സ്വർഗത്തിൽ ലഭിക്കുന്ന മറ്റെന്ത് അനുഗ്രഹങ്ങളെക്കാളും സന്തോഷമായിരിക്കും. ഒന്നാമത്തെ തൊബക്കയിലെ ആളുകൾ എന്താണ്? സ്വർഗത്തിൽ പകരം ലഭിക്കുന്ന വിഭവങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അത് തെറ്റൊന്നല്ല, അത് ആഗ്രഹിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അവർക്ക് അള്ളാഹ് കൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുന്നു, ഞാൻ നോമ്പ് നോൽക്കുന്നു, അള്ളാഹ് അതിന് പകരം പ്രതിഫലം നൽകും, അവൻ ചെയ്യുന്നു, അള്ളാഹു തആല അതിന് പകരം കൊടുക്കുകയും ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ കൂട്ടർ അതിനേക്കാളൊന്നും ഉപരിയായിട്ട് മറ്റുള്ള അവരുടെ തഅല്ലുഖുകളിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിന് മാത്രം ആ തഅല്ലുഖാകുന്ന അവസ്ഥയിൽ അങ്ങനെ നോമ്പ് നോൽക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വെച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു അവസ്ഥ അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. സ്വർഗത്തിലെ മറ്റെന്ത്, സ്വർഗത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണത്തിനേക്കാളും ഏറ്റവും വിശിഷ്ടമായ പാനീയത്തെക്കാളും ഏറ്റവും സൗന്ദര്യമുള്ള ഇണയേക്കാളുമെല്ലാം അവന് ആസ്വാദനവും സമാധാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല ചോദിക്കും, തുരീദുന ശൈഅൻ അസീദക്കും, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വർദ്ധിപ്പിച്ചതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും കൂടുതലായിട്ട് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ ആ സ്വർഗാവകാശികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിന മിനൻ നാർ, റബ്ബേ നീ ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതാക്കിയില്ലേ, ഞങ്ങളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, ഞങ്ങളെ സ്വർഗത്ത് പ്രവേശിപ്പിച്ചില്ലേ, ഇനി എന്താ അതിലും വലുത് എന്താ വേണ്ടത്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിജാബ് മാറ്റും. അവന് മറയുണ്ട്, നൂറിൻ്റെ മറകളുണ്ട്, അത് മാറ്റും. അടിമകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ ഉതു ശൈഅൻ അഹബ്ബ ഇലൈഹി മിൻ അൻ-നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അവരുടെ റബ്ബിലേക്ക് നോക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമുള്ള മറ്റൊന്നും ആ സ്വർഗത്തിൽ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനേക്കാളെല്ലാം അവർക്ക് സന്തോഷം നൽകുന്ന, ആസ്വാദനം നൽകുന്ന, ഇഷ്ടമുള്ള കാര്യം അള്ളാഹുവിനെ കാണലായിരിക്കും. അപ്പം ഇങ്ങനെ ദുനിയാവിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക്, രണ്ടാമത്തെ തൊബക്കയിലുള്ള ആളുകൾക്ക് അവരുടെ ഫിത്തറിലെ സന്തോഷം, അവരുടെ ഫിത്തർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുമ്പോഴാണ്. എന്നിട്ട് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, മൻ സാമ അൻ ശഹ്വാതിഹി ഫിദ്ദുനിയ, ആരാണോ അവൻ്റെ ഇച്ഛകൾ പൊതുവായിട്ട് എല്ലാ നിലക്കും അവൻ്റെ ഇച്ഛകളെ തൊട്ട് ദുനിയാവിൽ നോമ്പ് നോൽക്കുന്നത്, അദ്റകഹ ഗദൻ ഫിൽ ജന്ന, അവൻ അതിന് പകരമുള്ളത് സ്വർഗത്തിൽ എന്തായാലും കണ്ടെത്തും, അത് കിട്ടും. വമൻ സാമ അമ്മാ സിവല്ലാഹ്, ആരാണോ അള്ളാഹു ഒഴികെ ബാക്കി എല്ലാത്തിൽ നിന്നും നോമ്പ് വെച്ചത്, അഥവാ അവൻ്റെ എല്ലാ നിലക്കും അള്ളാഹ് മാത്രമായിട്ടുള്ള നിലക്ക് അവൻ്റെ നിയത്തും ഖൽബും എല്ലാം ആകുന്നത്, ഫഈദുഹു യൗമ ലിഖാഇഹി, അവൻ്റെ ഈദ് എന്നുള്ളത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ സമയത്തായിരിക്കും. എന്നിട്ട് സൂറത്തുൽ അൻകബൂത്തിലെ 5-ാമത്തെ ആയത്ത് കൊടുക്കുകയാണ്, മൻ കാന യർജു ലിഖാ അല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, ഫഇന്ന അജലല്ലാഹി ലആത്ത്, തീർച്ചയായിട്ടും അള്ളാഹു നിശ്ചയിച്ച സമയം വന്നെത്തുക ചെയ്യും.
വഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. എന്നിട്ട് ഇബ്നു റജബ് ബൈത്ത് കൊടുക്കുകയാണ്, വഖദ് സുംതു അൻ ലദ്ദാതി ദഹ്രി കുല്ലിഹാ, ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ അല്ലെങ്കിൽ ആയുസ്സിലധികവും ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. വയൗമ ലിഖാകും ദാക ഫിത്റു സിയാമി, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന, അതാണ് ഉദ്ദേശം, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസമുണ്ടല്ലോ, അതാണ് എൻ്റെ നോമ്പിൻ്റെ ഫിത്ർ, അഥവാ അതാണ് എൻ്റെ നോമ്പിൻ്റെ തുറവി, യഥാർത്ഥ ഈദ് എന്നാണ് എന്ന് പറയാം. ഇബ്നു റജബ് പറയാണ്, യാ മഅ്ശറ സ്വാഇമീൻ, നോമ്പുകാരെ, അഥവാ പ്രത്യേകിച്ച് നിർബന്ധമായ നോമ്പിലുള്ള നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, യാ മഅ്ശറ സ്വാഇമീൻ, നോമ്പുകാരെ, സൂമു അൽയൗമ അൻ ശഹവാത്തിൽ ഹവ, നിങ്ങളുടെ ദേഹേച്ഛ, നിങ്ങളുടെ ഇച്ഛ, അതിൽ നിന്നെല്ലാം നിങ്ങൾ ഇന്ന് ദുനിയാവിൽ വെച്ച് നോമ്പ് നോൽക്കുക, അഥവാ അതെല്ലാം ഒഴിവാക്കി അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിലാവുക. ലിതുദ്രികു ഈദൽ ഫിത്ർ യൗമൽ ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നിങ്ങളുടെ ഈദുൽ ഫിത്ർ ആകാൻ വേണ്ടി, നോമ്പിൻ്റെ തുറവയുടെ ഈദാകാൻ വേണ്ടി. ലാ യതൂലന്ന അലൈക്കുമുൽ അമദു ബിസ്തിബ്താഇൽ അജൽ, ഈ നിർണയിച്ച സമയം അല്ലെങ്കിൽ ഈ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് അത് മെല്ലെയാണ് ആകുന്നത് എന്നുകൊണ്ട് ഒരിക്കലും ഈ ദുനിയാവിലെ സമയം ദീർഘിക്കുന്നില്ല. അഥവാ എങ്ങനെ നോക്കിയാലും ദുനിയാവ് വളരെ കുറഞ്ഞത് മാത്രമാണ്. ഫഇന്ന മുഅ്ളമ നഹാരി സിയാമി ഖദ് ദഹബ, ഇതാ നോമ്പിൻ്റെ പകലിൻ്റെ ഭൂരിഭാഗവും കഴിഞ്ഞു പോയിട്ടുണ്ട്, അഥവാ നമ്മുടെ ആയുസ്സിൽ അധിക ഭാഗവും കഴിഞ്ഞു പോയിട്ടുണ്ട്. വഈദുൽ ലിഖാഇ ഖദ് ഖതറബ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഈദ് ഇതാ വളരെ അടുത്തിട്ടുമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആ നിലക്ക് രണ്ടാമത്തെ തൊബക്കയിൽ നോമ്പ് നോൽക്കുന്ന, ആ നിലക്ക് നോമ്പ് നോൽക്കുന്ന ആളുകളുമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം ഹദീസിൻ്റെ ഖുലൂഫുസ് ഫമിസ്സായിം, നോമ്പുകാരൻ്റെ വായിലുള്ള ഗന്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയം എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് വിശദീകരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.